ഓക്കെ, അപ്പോൾ നമ്മളിവിടെ മീറ്റപ്പ് ലിസ്റ്റ് നമ്മൾ ഹോം പേജിനകത്തോട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് ഫോം എങ്ങനെ കൊണ്ടുവരാമെന്ന്, അതായത് മീറ്റപ്പ് ഫോം നമുക്ക് എൻ്റർ ചെയ്യാനുള്ള ഒരു ഫോം നമുക്ക് എങ്ങനെ ഇതിനകത്തോട്ട് കൊണ്ടുവരാം. അപ്പോൾ അതിൽ നമ്മൾ പേജസിനകത്ത് ഞാനിവിടെ ന്യൂ -മീറ്റപ്പ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് പേര് വേണമെങ്കിലും കൊടുക്കാം. അതിനകത്ത് ഞാനൊരു ഇൻഡെക്സ് ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇത് നമുക്ക് പേജ് ഫയൽ, ഓരോ ഫോൾഡറിനും നമുക്ക് അതിൻ്റെതായ ഒരു പേജ് ഫയൽ വേണം. ഇവിടെ index.tsx എന്ന് പറഞ്ഞ ഫയലാണ് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ ഒരു ന്യൂ മീറ്റപ്പ് ഫോം എന്ന് പറഞ്ഞൊരു ഫയലുണ്ട്. കോമ്പോണൻസിനകത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് മീറ്റപ്സ് ഫോൾഡറിനകത്ത് നിങ്ങളിങ്ങനെ ഒരു ന്യൂ മീറ്റപ്പ് ഫോം ഇവിടെ ക്രിയേറ്റ് ചെയ്യണം. ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഈ കോഡ് അങ്ങ് എഴുതുക. ഓക്കെ, ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് ഒരു ഫംഗ്ഷനാണ് ഞാനിവിടെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ റിട്ടേൺ ചെയ്യുന്നത് ഒരു കോമ്പോണൻ്റ് ആണ്, അതായത് ഒരു ഫോം കോമ്പോണൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഞാനിവിടെ റിട്ടേൺ ചെയ്യുന്നത് ഒരു ഫോമിനകത്ത് 4 എലമെൻറ്റ്സ് ഉണ്ട്. ഒന്ന് മീറ്റപ്പ് ടൈറ്റിൽ എന്ന് പറയുന്നതുണ്ട്, മീറ്റപ്പ് ഇമേജ് ഉണ്ട്, അഡ്രസ് ഉണ്ട്, ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. ഈ 4 ഫോമാണ്. ഈ 4 ഡിവ് എലമെൻറ്റ് നമ്മളിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ബട്ടണും ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് 4 ഫീൽഡ് എൻ്റർ ചെയ്തതിന് ശേഷം നമ്മൾ ആഡ് മീറ്റപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ആ എൻ്റർ ചെയ്ത ഫീൽഡിലെല്ലാം നമ്മൾ സേവ് ചെയ്യണം. അല്ലെങ്കിൽ വേറൊരു URL-ലോട്ട് ആ ഡേറ്റ അങ്ങ് പാസ് ചെയ്ത് വേറെ URL-ലോട്ട് പോകണം. അപ്പോൾ ഇതിന് ആഡ് മീറ്റപ്പിന് ഇവിടെ ഒരു ബട്ടൺ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മൾ സബ്മിറ്റ് ഹാൻഡ്ലർ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനാണ് ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഫോം ആണ് എലമെൻറ്റ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഓൺ സബ്മിറ്റ് എന്ന് പറയുന്നത് സബ്മിറ്റ് ഹാൻഡ്ലർ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനാണ്. അതിനകത്ത് നമ്മുടെ ഈ 4 ഫീൽഡ് കാണും. ഈ 4 ഫീൽഡ് നമ്മൾ എൻ്റർ ചെയ്ത ഫീൽഡ്സ് എല്ലാം നമ്മളൊരു ഒബ്ജക്റ്റിനകത്തോ ആക്കിയിട്ട് നമ്മൾ അതിനെ പിടിച്ചങ്ങ് പാസ് ചെയ്യും. ഓക്കെ, അപ്പോൾ props.onAddMeetup എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷനാണ് പ്രോപ്സ് എക്സ്പെക്ട് ചെയ്യുന്നത്. അതായത് നമ്മൾ ആ കോമ്പോണൻറ്റിനകത്ത് ഈ ഒരു ഓൺ ആഡ് മീറ്റപ്പ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഇവിടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ന്യൂ മീറ്റപ്പ് എന്ന് പറഞ്ഞൊരു ഫയൽ ഇവിടെ പോവാം. സോ ന്യൂ മീറ്റപ്പ് ഫോമിനകത്ത് നമ്മൾ യൂസ് ചെയ്ത CSS മൊഡ്യൂൾ ഇത്രയാണ് സാധനങ്ങൾ. ഓക്കെ, ഇത്രയും CSS മൊഡ്യൂളാണ് നമ്മൾ ന്യൂ മീറ്റപ്പ് ഫോമിനകത്തോട്ട് എൻ്റർ ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് ഞാൻ വേണമെങ്കിൽ ഇവിടെ കൺസോൾ ലോഗ് അടിച്ചു നോക്കാം. console.log മീറ്റപ്പ് ഡേറ്റ. ഓക്കെ, ഇത് സേവ് ചെയ്യുക. എന്നിട്ട് നമ്മൾ നേരെ എന്ത് ചെയ്യുക, നമ്മൾ ന്യൂ മീറ്റപ്പ് ഫോൾഡറിലേക്ക് വരിക. ഓക്കെ, ഈ ഫോൾഡർ നമ്മളിവിടെ ഈ ഫയലിനകത്ത് നമ്മൾ ഫംഗ്ഷൻ എക്സ്പോർട്ട് ഡീഫോൾട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ റിട്ടേൺ ചെയ്യുന്നത് നമ്മൾ ഈ ന്യൂ മീറ്റപ്പ് ഫോമിൻ്റെ പേരായിരിക്കും. ന്യൂ മീറ്റപ്പ് ഫോം. ഓക്കെ, അതിൽ നമ്മൾ ഇത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പ്രോപ്സ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ഒരു ഫംഗ്ഷനാണ് നമ്മളിവിടെ പാസ് ചെയ്യേണ്ടത്. ആ ഫംഗ്ഷൻ്റെ പേരാണ് നമ്മളിവിടെ ഓൺ ആഡ് മീറ്റപ്പ്. ഓക്കെ, പ്രോപ്സ് നിന്ന് വരുന്ന ഫംഗ്ഷനാണ് നോക്കുന്നത്. ഓൺ ആഡ് മീറ്റപ്പ്. അതിനകത്ത് ഞാൻ പ്രോപ്സ് ആയിട്ട് കൊടുക്കും. ഓക്കെ, ഇവിടെ ഒരു ഫംഗ്ഷനാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. സോ ഇവിടെ നമ്മളൊരു ഫംഗ്ഷൻ ഇവിടെ ആഡ് ഓൺ ആഡ് ഹാൻഡ്ലർ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ പിടിച്ച് അങ്ങ് ഇവിടെ അങ്ങ് സെറ്റ് ചെയ്ത് വെക്കും. ഓക്കെ, സോ ഇത്രയും സേവ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ അതിനകത്തോട്ട് ലിങ്കിനകത്തോട്ട് പോവാം. ഓക്കെ, /new meetup. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫോം ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഞാൻ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഒരു സാമ്പിളാണ്. ഓക്കെ, മീറ്റപ്പ് ഇമേജിൽ വാലിഡ് URL ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അവിടെ ഒരു വാലിഡേഷൻ അവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇതൊരു വാലിഡ് ഒരു URL കൊടുക്കുക. ഓക്കെ,
ആഡ് മീറ്റപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ലോഗ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഞാനിവിടെ കൺസോൾ ലോഗ് ഇവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, നേരത്തെ ഞാനിവിടെ കൺസോൾ ലോഗ് മീറ്റപ്പ് ഡേറ്റ ഇട്ടിട്ടില്ലേ, അതാണ് ഇവിടെ കാണിക്കുന്നത്. സോ നമ്മളിവിടെ എന്താണോ എൻ്റർ ചെയ്തത് അത് നമുക്കിവിടെ കാണിക്കുന്നുണ്ട്. സോ ഫോം സബ്മിറ്റ് ചെയ്യുമ്പോൾ ഒബ്ജക്റ്റ് ഇവിടെ കറക്റ്റായിട്ട് പാസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇനി അടുത്ത നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ലേ ഔട്ടൊക്കെ കൊണ്ടുവരണം. അതായത് ഇപ്പോൾ ജസ്റ്റ് URL-നകത്ത് ജസ്റ്റ് നമുക്ക് മീറ്റപ്പ് ലിസ്റ്റ് ഉണ്ട്, പിന്നെ ഫോം ഉണ്ട്. പക്ഷെ നമുക്കൊരു ലേ ഔട്ട് കൊണ്ടുവരണം. ലേ ഔട്ടിന് വേണ്ടിയുള്ളൊരു ഫയൽ ഇവിടെ ക്രിയേറ്റ് ഇട്ടുണ്ട്. ഇതാണ് നമ്മുടെ ലേ ഔട്ട് TSX ഫയൽ. അതിനകത്ത് നമ്മുടെ നാവിഗേഷനും മറ്റു കാര്യങ്ങളൊക്കെ വരും. ലേ ഔട്ടിനകത്ത് ഇത്രയാണ് സംഭവങ്ങൾ എഴുതിയിട്ടുള്ളത്. മെയിൻ നാവിഗേഷനാണ് നമ്മുടെ നാവിഗേഷൻ ലിങ്ക്. ഹെഡറിനകത്ത് നാവിഗേഷൻ ലിങ്ക് കാണും. പിന്നെ മെയിൻ എന്ന് പറയുന്നൊരു ഫയൽ, മെയിൻ എന്ന് പറയുന്ന എലമെൻറ്റ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. മെയിൻ നാവിഗേഷനിൽ ഇത് അതിനു മുന്നേ ഈ ലേ ഔട്ടിൻ്റെ CSS മൊഡ്യൂൾ എന്ന് പറയുന്നത് ഇതാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, മെയിൻ എന്ന് പറയുന്ന ക്ലാസ് നെയിം നമ്മളിവിടെ ലേ ഔട്ടിനെ പിടിച്ച് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ മെയിൻ നാവിഗേഷനിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഇങ്ങനൊരു ഫങ്ഷനാണ് നമ്മളിവിടെ റിട്ടേൺ ചെയ്യുന്ന ഒരു ഹെഡറിനകത്ത് നമ്മളൊരു ഡെവലപ്മെൻറ്റ് കാണും. അതിൻ്റെ പിന്നെ നാവിഗേഷൻ എലമെൻറ്റും കാണും. അതിൻ്റെ CSS മൊഡ്യൂളാണ് ഇത്രയും എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഇവിടെ നമ്മളെ ലിങ്ക് നമ്മളിവിടെ 2 മാറ്റിയിട്ട് നമ്മൾ HRF കൊടുക്കുക. എറർ കാണിക്കുന്നു. ഓക്കെ, ഓൾ മീറ്റപ്സ് ക്ലിക്ക് ചെയ്താൽ നേരെ ഹോം പേജിലായിരിക്കും. ഇല്ലെങ്കിൽ ആഡ് ന്യൂ മീറ്റപ്പ് ആണെങ്കിൽ ഇതിനെ പിടിച്ച് എന്ത് ചെയ്യും, മീറ്റപ്പ് ഫോമിലേക്ക് സബ്മിറ്റ് ചെയ്യും. എന്നിട്ട് ഈ ലേ ഔട്ടിനെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് റാപ്പ് ചെയ്യേണ്ടത് നമുക്ക് ഈ ഫയലിനകത്താണ്. ഈ മെയിൻ ഫയലിനകത്ത്, അതായത് ഇൻഡെക്സ് ഫയലിനകത്തായിരിക്കും നമ്മളിവിടെ ലേ ഔട്ട് എന്ന് പറഞ്ഞ് സെറ്റ് ചെയ്ത് കൊടുക്കണം. പക്ഷേ ഇൻഡെക്സ് ഫയലിനകത്ത് നമ്മൾ ഈ ലേ ഔട്ട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ ഫയലിന് മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് ആ ലേ ഔട്ട് ഇവിടെ മാത്രമേ കിട്ടത്തുള്ളൂ, ബാക്കി എല്ലാ പേജസിലും കിട്ടത്തില്ല. സോ ലേ ഔട്ട് എന്ന് പറഞ്ഞാൽ ആക്ച്വലി Next.js-ന്റെ എല്ലാ പേജസിലും റാപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പോൾ എല്ലാ പേജസിലും റാപ്പ് ചെയ്യുന്ന ഒരു സാധനം എന്ന് പറയുന്നത് ആ ഒരു ഫയൽ എന്ന് പറയുന്നത് _app.tsx ഫയലാണ്. ഇതിലാകുമ്പോൾ എല്ലാം നമ്മുടെ ഈ ഒരു കോമ്പോണൻറ്റിനകത്ത് എല്ലാ പേജസും ഇതിനകത്ത് വരും. ഓക്കെ, സോ ഇവിടെയാണ് നമ്മൾ ശരിക്കും കൊടുക്കേണ്ടത്. ഇവിടെ ഞാൻ ലേ ഔട്ട് പറഞ്ഞു കൊടുത്താൽ കട്ട് ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യും. ഓക്കെ, ഇവിടെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കുക, നമുക്കിവിടെ ലേ ഔട്ട് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. ഓൾ മീറ്റപ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹോം പേജിലായിരിക്കും. ആഡ് ന്യൂ മീറ്റപ്പ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ മീറ്റപ്പ് ഫോം വന്നത്. സോ നേരത്തെക്കാളും കുറച്ചുകൂടെ ഒരു യൂസർ ഫ്രണ്ട്ലി സ്റ്റൈലിംഗ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിവിടെ സെറ്റ് ചെയ്യുന്നത്. സോ നമ്മൾ ലേ ഔട്ട് നോക്കിയായിരുന്നു. പിന്നെ നമുക്കിവിടെ മീറ്റപ്പ് ഫോം നമ്മളിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനകത്ത് ഇടുക. സോ എന്തെങ്കിലും ഒരു ഫയലോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റൈലിൽ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് സെക്ഷനകത്ത് പറയും. ഓക്കെ, അപ്പോൾ ഞാനത് പറഞ്ഞുതരാം.